നെക്സ്റ്റ് നമുക്ക് നമ്മുടെ ആദ്യത്തെ ഒരു പ്രോഗ്രാം PHP പ്രോഗ്രാം ക്രിയേറ്റ് ചെയ്യാം. സോ നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ സി ഡ്രൈവ് ഓപ്പൺ ചെയ്യുക. സോ അതിൽ നമ്മൾ എവിടെയാണോ നമ്മുടെ സെർവർ ഇൻസ്റ്റാൾ ചെയ്ത് എക്സാംപ് എന്ന് പറയുന്ന ഫോൾഡർ ഓപ്പൺ ചെയ്യുക. അതിൽ നിങ്ങൾക്ക് ഇവിടെ htdocs എന്ന് പറയുന്ന ഒരു ഫയൽ ഫോൾഡർ കാണാൻ കഴിയും. അത് ഓപ്പൺ ചെയ്യുക. ഇതാണ് നമ്മുടെ സെർവർ ഫോൾഡർ. ഇതിലാണ് നമ്മൾ നമ്മുടെ ഫയൽ ക്രിയേറ്റ് ചെയ്യേണ്ടത്. സോ നമ്മുടെ പ്രൊജക്റ്റ് ഫയൽ ഞാൻ ഇതിൽ ക്രിയേറ്റ് ചെയ്യുന്നു. ഒരു ന്യൂ ഫോൾഡർ ഞാനിവിടെ ക്രിയേറ്റ് ചെയ്യുന്നു. സോ ഞാൻ അതിന് ലേൺ PHP എന്ന പേര് കൊടുക്കുന്നു. ശേഷം ഞാൻ ഈ ഒരു ലേൺ PHP എന്ന് പറയുന്ന ഫോൾഡർ ഞാൻ ഡയറക്റ്റ് നമ്മുടെ VS കോഡിലോട്ട് ഡ്രാഗ് ചെയ്യുന്നു. സോ VS കോഡിൽ ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ലേൺ PHP എന്ന് പറയുന്ന ഈ ഒരു ഫോൾഡർ ഇവിടെ കാണാൻ കഴിയും. സോ ഞാൻ തൽക്കാലം വെൽക്കം എന്ന് പറയുന്ന ഈ ഒരു വിൻഡോ ക്ലോസ് ചെയ്യുന്നു. സോ ഞാൻ ലേൺ PHPയിൽ വരുന്നു. അതിനുശേഷം ഇവിടെ ക്രിയേറ്റ് ന്യൂ ഫയൽ എന്ന് പറയുന്ന ക്ലിക്ക് ചെയ്യുന്നു. ശേഷം ഞാൻ index.php എന്ന് പറയുന്ന ഫയൽ ക്രിയേറ്റ് ചെയ്യുന്നു. സോ PHP എന്ന് പറയുന്നത് നമ്മുടെ PHPയുടെ എക്സ്റ്റൻഷനാണ്. സോ നമ്മൾ index.php എന്ന് പറയുന്ന ഫയൽ ക്രിയേറ്റ് ചെയ്യുന്നു. സോ അത് ഓപ്പൺ ചെയ്തതിന് ശേഷം നമുക്ക് PHP ഫയലിൽ നമുക്ക് സാധാരണ നമ്മൾ HTML പഠിച്ചപ്പോൾ HTML ഫയൽ ക്രിയേറ്റ് ചെയ്ത പോലെ നമുക്ക് HTML കണ്ടൻറ്റുകൾ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. സോ ഞാൻ ആദ്യമായി എക്സ്ക്ലമേഷൻ കൊടുക്കുന്നു. എക്സ്ക്ലമേഷൻ കൊടുത്ത് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ബേസിക് HTML സ്ട്രക്ചർ ഇവിടെ ക്രിയേറ്റ് ആവുന്നു. ശേഷം ഇതിൽ ഞാൻ ഹെഡിൽ ഒരു ഹെഡിങ് ഞാൻ ലേൺ PHP എന്ന് കൊടുക്കുന്നു. സോ ലേൺ PHP. അതിനുശേഷം ഞാൻ ബോഡിയിൽ വന്നതിന് ശേഷം നമുക്ക് PHP ടാഗ് ഉപയോഗിച്ചാണ് നമ്മൾ പ്രോഗ്രാം ചെയ്യേണ്ടത്. സോ നമ്മൾ PHP ടാഗിനുള്ളിലാണ് നമ്മൾ PHP പ്രോഗ്രാം എഴുതേണ്ടത്. സോ ഞാൻ ബോഡിയിൽ വന്നതിന് ശേഷം നമുക്ക് PHP ടാഗ് എങ്ങനെ ഓപ്പൺ ചെയ്യാമെന്ന് നോക്കാം. സോ ഞാൻ ലെസ് ദാൻ ഈ സൈൻ കൊടുക്കുക. അതിനുശേഷം ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഇതുപോലെ കൊടുക്കുക. ശേഷം നമ്മൾ PHP എന്ന് എൻ്റർ ചെയ്യുക. ശേഷം അതിനുശേഷം നമ്മൾ ക്വസ്റ്റ്യൻ മാർക്ക് വീണ്ടും കൊടുക്കുന്നു. അതിനുശേഷം ഒരു ഗ്രേറ്റർ ദാൻ സൈൻ കൊടുക്കുന്നു. സോ ഇതിനുള്ളിൽ എഴുതുന്ന ഇത്രയും ഭാഗത്ത് ഇതിനുള്ളിൽ എഴുതുന്ന കാര്യങ്ങളാണ് നമ്മുടെ PHP പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ ഒരു PHP ടാഗിനുള്ളിലാണ് എഴുതേണ്ടത്. സോ ഓപ്പൺ ചെയ്യുന്നത് ഇതുപോലെയാണ്. ലെസ് ദാൻ ചിഹ്നം ക്വസ്റ്റ്യൻ PHP. അത് ക്ലോസ് ചെയ്യുന്നത് ക്വസ്റ്റ്യൻ ഗ്രേറ്റർ ദാൻ ചിഹ്നം. സോ ഈ ഒരു ബ്ലോക്കിനുള്ളിലാണ് നമ്മൾ നമ്മുടെ PHPയുടെ കോഡ് എഴുതുന്നത്. സോ നമുക്ക് ആദ്യമായി ഫസ്റ്റ് നമ്മുടെ ഒരു കോഡ് എഴുതി നോക്കാം. സോ നമ്മളിവിടെ ഉപയോഗിക്കുന്നത് എക്കോ എന്ന് പറയുന്ന ഒരു കമാൻഡാണ്. എക്കോ എന്ന് പറയുന്ന കമാൻഡ് ഉപയോഗിക്കുന്നത് നമ്മളൊരു മെസ്സേജ് നമ്മുടെ വെബ് ബ്രൗസറിൽ പ്രിൻറ്റ് ചെയ്യുന്നതിനാണ്, ഡിസ്പ്ലേ ചെയ്യുന്നതിനാണ്. സോ ഞാനിവിടെ അതുപോലെ ഒരു റൗണ്ട് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്നു. അതിനുള്ളിൽ ഒരു ഡബിൾ കോട്ട് കൊടുക്കുന്നു. ഡബിൾ കോട്ടേഷൻ്റെ ഉള്ളിൽ ഞാൻ ഹലോ വേൾഡ് എന്ന് കൊടുക്കുന്നു. സോ അതിനുശേഷം അവസാനമായി ഞാൻ ഇതുപോലെ സെമി കോളൻ കൊടുക്കുന്നു. സോ ഇതാണ് ഒരു സിമ്പിൾ പ്രോഗ്രാം എന്ന് പറയുന്നത്. നമ്മൾ ഹലോ വേൾഡ് എന്ന് പറയുന്ന ഒരു മെസ്സേജ്, ഒരു ടെക്സ്റ്റ് നമ്മുടെ വെബ് ബ്രൗസറിൽ ഡിസ്പ്ലേ ചെയ്യുന്നതിനുള്ള ഒരു പ്രോഗ്രാമാണ്. സോ നമ്മൾ ഇനി ചെയ്യേണ്ടത് സേവ് ചെയ്ത് കഴിഞ്ഞ ശേഷം നമ്മൾ ലോക്കൽ ഹോസ്റ്റ് :88 എന്ന് പറയുന്ന ഭാഗത്ത് വരിക. ശേഷം സ്ലാഷ് കൊടുത്ത ശേഷം നമ്മുടെ ലേൺ PHP എന്ന് പറയുന്ന ഫോൾഡർ നെയിം കൊടുക്കുക. വീണ്ടും ഒരു സ്ലാഷ് കൊടുത്ത ശേഷം നമ്മുടെ ഫയൽ നെയിം index.php. ശേഷം നമ്മൾ എൻ്റർ ചെയ്യുക. എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിവിടെ എഴുതിയ ഹലോ വേൾഡ് എന്ന് പറയുന്ന ആ ഒരു മെസ്സേജ് നമുക്കിവിടെ ലഭിക്കുന്നു. സോ നമ്മൾ ജസ്റ്റ് വ്യൂ പേജ് റൈറ്റ് ക്ലിക്ക് ചെയ്ത ശേഷം വ്യൂ പേജ് സോഴ്സ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ കാണാം ബോഡി എന്ന് പറയുന്ന ഈ ഒരു ഭാഗത്ത് നമ്മൾ ഹലോ വേൾഡ് എന്ന് പറയുന്ന ഒരു ടെക്സ്റ്റ് വന്നു. ഈ ടെക്സ്റ്റ് നമ്മൾ ചെയ്തത് ഈ PHP എന്ന് പറയുന്ന പ്രോഗ്രാം ഉപയോഗിച്ചാണ് നമ്മൾ ഈ ടെക്സ്റ്റ് ഇവിടെ ക്രിയേറ്റ് ചെയ്തത്. സോ അതുപോലെ നമ്മൾ ഇപ്പോൾ ഇവിടെ ഒരു റൗണ്ട് ബ്രാക്കറ്റ് കൊടുത്തിരുന്നു. സോ നമുക്ക് റൗണ്ട് ബ്രാക്കറ്റ് ഇല്ലാതെയും നമുക്ക് ഇത് ചെയ്യാവുന്നതാണ്. സോ ഞാനിവിടെ റൗണ്ട് ബ്രാക്കറ്റ് ഡിലീറ്റ് ചെയ്തു സേവ് ചെയ്യുന്നു. സോ ഞാൻ ഈ വിൻഡോസ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുന്നു. സോ ഇനി സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതേ റിസൾട്ട് റീഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ അതേ റിസൾട്ട് ഇവിടെ ലഭിക്കുന്നതാണ്. സോ നമുക്ക് റൗണ്ട് ബ്രാക്കറ്റ് കൊടുക്കേണ്ട ആവശ്യമില്ല. സോ ഞാൻ അടുത്തതായി മറ്റൊരു മെസ്സേജ് പ്രിൻറ്റ് ചെയ്യുന്നു. സോ ലേൺ PHP. ശേഷം സേവ് ചെയ്ത് റീഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലേൺ PHP എന്ന് പറയുന്ന ആ ഒരു കണ്ടൻറ്റും നമുക്കിവിടെ ലഭിക്കുന്നു. സോ നമുക്ക് അടുത്ത ലൈനിൽ വരണമെങ്കിൽ നമ്മൾ സാധാരണ ഇതിൽ പഠിച്ച പോലെ നമ്മുടെ HTML പഠിച്ച പോലെ നമ്മളൊരു BR ടാഗ് ഇവിടെ കൊടുക്കുന്നു. ശേഷം സേവ് ചെയ്ത് റീഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലേൺ PHP എന്ന് പറയുന്നത് അടുത്ത ലൈനിൽ ലഭിക്കുന്നു. സോ നമുക്കിനി വ്യൂ പേജ് സോഴ്സ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം നമ്മൾ ഹലോ വേൾഡ്, അതിനുശേഷം ഒരു BR ടാഗ്, അതിനുശേഷം ലേൺ PHP നമുക്കിതുപോലെ കിട്ടുന്നു. സോ ഇതെല്ലാം ഇവിടെ ബോഡിയിൽ ഇതുപോലെ ചെയ്തത് നമ്മൾ ഈ PHP എന്ന് പറയുന്ന ഈ പ്രോഗ്രാം ഉപയോഗിച്ചാണ് ചെയ്തത്. അതുപോലെ നമുക്ക് ഇതുപയോഗിച്ച് HTML എലമെൻറ്റും ഇതുപോലെ നമ്മുടെ പേജിൽ കൊടുക്കാൻ സാധിക്കുന്നതാണ്. ഉദാഹരണമായി ഞാനിവിടെ ലേൺ PHP എന്നതിന് പകരം ഞാനിവിടെ h1 എന്ന് പറയുന്ന ഒരു ടാഗ് ഓപ്പൺ ചെയ്ത ശേഷം അതിൽ ഞാൻ ലേൺ PHP എന്ന് കൊടുക്കുന്നു. ശേഷം സേവ് ചെയ്ത് റീഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ കാണാം ലേൺ PHP എന്ന് പറയുന്നത് നമ്മുടെ h1 എലമെൻ്റായി നമുക്ക് ലഭിക്കുന്നു. സോ നമ്മളിനി റൈറ്റ് ക്ലിക്ക് ചെയ്ത് പേജ് സോഴ്സ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ കാണാം
ഈ h1 എന്ന് പറയുന്ന എലമെൻറ്റിൻ്റെ ഉള്ളിലാണ് ഈ ലേൺ PHP വന്നത്. സോ ഇതുപോലെ നമുക്ക് ഈ HTML എലമെൻസും നമുക്ക് ഈ എക്കോ എന്ന് പറയുന്ന കമാൻഡ് ഉപയോഗിച്ച് നമുക്ക് കൊടുക്കാൻ സാധിക്കുന്നതാണ്.